അടുത്ത കാലത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേട്ടത് ഒരു പടത്തിൻ്റെ റിവ്യൂ കൊടുത്തതിനാണ്. ഡൊമിനിക് ആൻഡ് ദി റീപ്പേഴ്സ്. ഞാൻ കണ്ട ഡൊമിനിക് എങ്ങനെയാണ് എന്നുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ കൊടുത്തത്. സത്യം പറഞ്ഞ ഇതിൻ്റെ താഴെ പലരും വന്ന് നമ്മളെ ചീത്ത വിളിച്ചു. നീ ഏത് കണ്ടുകൊണ്ടാടാ നോക്കുന്നത്? നീ മോഹൻലാൽ പ്രേമി അല്ലേടാ, അതുകൊണ്ടല്ലേടാ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഇതുപോലൊരു ചിത്രം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മമ്മൂട്ടിച്ചേട്ടൻ ഇതുപോലെ ഹീറോ ആയ ഒരു വേറൊരു പടമില്ല, മമ്മൂട്ടിയുടെ എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പൂര കയറി. അപ്പം എനിക്ക് തോന്നി, ഇതെന്താടാ ഇങ്ങനെ പറയുന്നത്? ഇനി എനിക്ക് തെറ്റുപറ്റിപ്പോയതാണോ? ഇനി ഞാൻ കണ്ടത് വേറെ പടമാണോ എന്ന് വിചാരിച്ച് ഞാൻ വേറെ റിവ്യൂ ചാനലുകളൊക്കെ, ഈ മുടിചൂടാമന്നന്മാരായ പല റിവ്യൂ ചാനലുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഇതുപോലൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ഇല്ല, മലയാള സിനിമ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് അവരുടെ റിവ്യൂ. മമ്മൂട്ടിയുടെ ചിത്രം 100 കോടി ക്ലബിലേക്ക് വളരെ വേഗം കയറുന്നു, തിയേറ്ററുകൾ ജനസാഗരങ്ങളാകുന്നു, ഷോകളുടെ എണ്ണം വർദ്ധിക്കുന്നു, തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു എന്ന് വേണ്ട കുറച്ച് ദിവസങ്ങൾ സോഷ്യൽ മീഡിയ മൊത്തം ഡൊമിനിക് ആൻഡ് ദി റീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഡൊമിനിക് ഹിറ്റുകളായിരുന്നു. അതുകൂടാതെ മലയാളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ ഡൊമിനിക് തരംഗം, കർണാടകത്തിൽ ഡൊമിനിക് തരംഗം, വിദേശങ്ങളിൽ ആകപ്പാടെ ഡൊമിനിക് തരംഗം, കർണാടകത്തിൽ തെലുങ്കാനയിൽ എന്ന് വേണ്ട ഇന്ത്യയിലൊട്ടാകെ ഡൊമിനിക് തരംഗമാണ്. മാർക്കോയ്ക്ക് ശേഷം 100 കോടി ക്ലബിലേക്ക് ഡൊമിനിക് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് ചില യൂട്യൂബ് ചാനലുകൾ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ നമ്മളുടെ ഇതിൻ്റെ ആയിരിക്കും. കാരണം നമ്മൾ അധികം നാളായില്ല ചാനൽ തുടങ്ങിയിട്ട്. അതുപോലെ നമ്മൾ സിനിമ നോക്കി കാണുന്നത് സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിലാണ്. ഇനി നമ്മൾ കാണാത്ത പലതും ഡൊമിനിക് എന്ന് പറഞ്ഞ ചിത്രത്തിൽ കാണുമായിരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ആ ചിത്രത്തിൻ്റെ പറഞ്ഞത് ആവറേജിന് താഴെ നിൽക്കുന്ന പ്രകടനമാണ് ആ ചിത്രം കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ വല്ലാത്ത ഇഴച്ചിലാണ് തോന്നിയത്. അതുപോലെ ഗൗതം മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ, തമിഴിലെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയെങ്കിലും മലയാളത്തിലെ മികച്ച ഒരു നടനായ മമ്മൂട്ടിയെ വെച്ച് അദ്ദേഹം ആദ്യ ചിത്രം സംവിധാനം ചെയ്തപ്പം അദ്ദേഹത്തിന് പാളിപ്പോയി എന്നാണ് ഞാൻ ആ റിവ്യൂ പറഞ്ഞത്. അതായിരിക്കാം മമ്മൂട്ടി പ്രേമികളെയും ഒക്കെ എന്നെ ചീത്ത വിളിക്കാൻ പ്രേരിപ്പിച്ച സംഭവം എന്നെനിക്ക് തോന്നുന്നു. ഞാനിപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ മിക്കവാറും റിവ്യൂകളൊക്കെ, മിക്കവാറും എല്ലാ റിവ്യൂവും കാണും. കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് 80% റിവ്യൂ പറഞ്ഞിരിക്കുന്നത് ഡൊമിനിക് എന്ന് പറയുന്ന ചിത്രം മികച്ച ഒരു ചിത്രമാണ്. 2025 മമ്മൂട്ടി വിജയതരംഗം ആവർത്തിക്കുന്നു. 2024 ശേഷം 25 വിജയതരംഗം ആവർത്തിക്കുന്നു. പകരം വെക്കാൻ ആളില്ലാത്ത മുടിചൂടാ മന്നൻ, മലയാളത്തിലെ ഒരു കിങ് മാത്രം, അത് മമ്മൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചാനലുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ആദ്യ ദിന കളക്ഷൻ കോടികൾ കൊയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ആദ്യ ദിന കളക്ഷൻ നോക്കിക്കഴിഞ്ഞപ്പം 1,82,00,000 രൂപ മാത്രമാണ് നേടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താടാ, ചാനലുകളെല്ലാം പറയുന്നു ഇത് ഭയങ്കര തരംഗമായി മാറുന്നു. പക്ഷേ ഒരു ആവറേജ് പടം നേടിയ അത് പ്രത്യേകിച്ച് മമ്മൂട്ടിയെപ്പോലെ, മമ്മൂട്ടിയുടെ നല്ല ടൈം എന്ന് ആരാധകർ അവകാശപ്പെടുന്ന ഒരു സമയത്ത് മമ്മൂട്ടിയുടെ ഒരു പടം തിയേറ്ററിൽ വന്നിട്ട് വളരെ പോസിറ്റീവ് നേടിയ ഒരു ചിത്രം 1,82,00,000 മാത്രം എന്തേ നേടി എന്ന് ആലോചിച്ചപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല ഈ പടം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത്, മലയാളത്തിലെ ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഈ ചിത്രം അങ്ങോട്ട് എറിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം 80% റിവ്യൂവർമാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പ്രേക്ഷകർക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആരാധകർക്ക് പോലും അങ്ങോട്ട് രസിച്ചില്ല എന്ന് ചില മമ്മൂട്ടി ആരാധകരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും മനസ്സിലായി. അവരൊക്കെ തുറന്നു പറയാൻ മടിച്ചു എന്നുള്ളതാണ് വേറൊരു സത്യം. ഏതായാലും മമ്മൂട്ടിയുടെ ആ ചിത്രം തിയേറ്ററിൽ തികഞ്ഞ പരാജയമായി മാറി എന്നുള്ളതാണ് ഇപ്പം
ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 10 ദിവസം കൊണ്ട് ഇത് നേടാൻ പറ്റിയത് കേവലം 10 കോടി രൂപ പോലും ഇതിന് നേടാൻ പറ്റിയില്ല. ശരാശരി 1 കോടി രൂപയ്ക്കടുത്ത് ദിനം പ്രതി നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. വലിയൊരു സൂപ്പർ ഹിറ്റ് ആവും, 100 കോടിയിലേക്ക് കയറും എന്നൊക്കെ പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന്. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് ഇതിന് 17-18 കോടിയിൽ ഇപ്പോഴും ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ കേട്ടത് മൊത്തം പൊളിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു സത്യമായിട്ട് അവശേഷിക്കും. കാരണം എല്ലായിടത്തും കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുന്ന ഒരു ചിത്രം 10 ദിനം പിന്നിട്ടുമ്പോഴും കേവലം 20 കോടി പോലും തികയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പം ഏകദേശം ചില ചാനലുകളൊക്കെ സംഭവിക്കുക, അന്ന് ഡൊമിനിക്കിനെ ഭയങ്കര പൊക്കി അടിച്ചുകൊണ്ടിരുന്ന ചില ചാനലുകളിലൊക്കെ ഇപ്പം ഞാൻ വരുന്നത് കാണുന്നുണ്ട്. അതിന് അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ പേരിലാണ്. അത് മൊത്തം ആ പാവകാരം മൊത്തം മമ്മൂട്ടി കമ്പനിക്കാണ് കൊടുക്കുന്നത്. കാര്യം പ്രൊമോഷൻ്റെ അഭാവമാണ് ഈ ചിത്രം പരാജയപ്പെടാനുള്ള കാരണമായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ മമ്മൂട്ടി കമ്പനി ഒരു കാരണവശാൽ ഈ ചിത്രം പരാജയപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല. അതങ്ങനെയാണല്ലോ. നമ്മൾ പണ്ടൊക്കെ വന്നേക്കുന്ന പല 100 കോടികളുടെയും കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിർമ്മാതാവിന് വൻ പരാജയമായിരുന്നു. പക്ഷേ അവരാരും നിർമ്മാണ കമ്പനികളൊന്നും പ്രത്യേകിച്ച് ഒരു ചിത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം അത് പരാജയമാണെന്ന് ഏതെങ്കിലും നിർമ്മാണ കമ്പനി സമ്മതിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ആണ് മമ്മൂട്ടി കമ്പനിയും പറഞ്ഞിട്ടുണ്ട് ഇതൊരു വൻ വിജയമായിരുന്നു. അത് ആ രീതിയിൽ എടുത്താൽ മതി. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സമയത്ത് റിവ്യൂ കണ്ട് പടം കാണുന്ന ഒരു സമയമുണ്ട്. ഒരു പരിധിവരെ ഈ ചെറിയ ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളുടെ വിജയത്തെ ഈ റിവ്യൂവർമാർ സഹായിച്ചിട്ടുണ്ട്. കാരണം ആരും അറിയാതെ പോകുന്ന ചില ചിത്രങ്ങൾ റിവ്യൂ പറഞ്ഞ് ആ ചിത്രം വൻ വിജയമാക്കിയുള്ള ചരിത്രം നമുക്കുണ്ട്. പക്ഷെ ഇപ്പോഴേ കുറച്ചു കാലമായിട്ട് നടക്കുന്ന ഒരു സംഭവം, എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞില്ല, ചിലവരൊക്കെ കാശ് മേടിച്ചുകൊണ്ട് റിവ്യൂ നടത്തുന്നോ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതെയില്ല. കാരണം പല പടത്തിൻ്റെയും റിവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. നമ്മൾ പണ്ട് തൊട്ട് തന്നെ കേൾക്കുന്നുണ്ട്, കാശ് മേടിച്ചുകൊണ്ട് ചിലരൊക്കെ പടത്തിന് പ്രൊമോഷൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ചിലരെയൊക്കെ എനിക്ക് സംശയമാണ്. എന്നാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റത്തില്ല. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ട പകച്ചു പോകും എന്ന് പറയത്തില്ലേ, അതുപോലെ 1-2 പ്രാവശ്യമൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും. പക്ഷേ എല്ലാ പ്രാവശ്യവും കബളിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ ഡൊമിനിക്കിൻ്റെ ഈ പരാജയം. കാരണം 10 ദിനം പിന്നിടുമ്പോൾ കേവലം 20 ലക്ഷത്തിലൊക്കെ വന്ന് നിൽക്കുന്നു എന്നാണ് കളക്ഷനുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സൂപ്പർ ഹിറ്റ് ആകാവുന്ന ഒരു ചിത്രം എന്ന് മമ്മൂട്ടി ആരാധകരും ചില ചാനലുകൾ കൊട്ടിഘോഷിച്ച ചിത്രം 10 ദിനം ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഏകദേശം തിയേറ്ററിൽ നിന്ന് 20 ലക്ഷം മാത്രമേ കളക്ഷൻ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം ആ ചിത്രം തികഞ്ഞ പരാജയമാണ്. അതിന് ന്യായീകരണമായിട്ട് പറയുന്ന ഒരു കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രൊമോഷൻ്റെ കുറവ് എന്നാണ് ഒരു വശത്ത് പറയുന്നത്. അത് ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല ചിത്രങ്ങൾ വിജയിക്കണമെങ്കിൽ പ്രൊമോഷൻ ഇല്ലെങ്കിലും വിജയിക്കാം. അതിന് ഉത്തമമായ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുണ്ട്. അത് വെള്ളിമുങ്ങ എന്ന് പറയുന്ന ചിത്രമാണ്. ബിജു മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നായകനായ പടമായിരുന്നു. ആ പടം ആദ്യമേ ഒന്നും വലിയ പ്രൊമോഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആൾക്കാർ പറഞ്ഞ് ആ ചിത്രം വൻ വിജയമായി മാറി. ഇപ്പോഴും അടുത്ത കാലത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു പടം എന്ന് പറഞ്ഞാൽ വെള്ളിമുങ്ങ ടി വിയിലെപ്പം കണ്ടാലും ഞാനത് കണ്ടുകൊണ്ടിരിക്കും. കാരണം അത്രമേൽ എനിക്കിഷ്ടമാണ്. അപ്പം നമുക്കൊരു പടം ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു സ്റ്റാർ വാല്യുവോ അതുപോലെ അതൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ഘടകങ്ങൾ ആ ചിത്രത്തിലുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഡൊമിനിക് എന്ന് പറയുന്ന ചിത്രത്തിൽ ഭൂരിപക്ഷം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ഘടകവും വർക്കായില്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യമേ പടം കണ്ട് റിവ്യൂ ചെയ്തപ്പോഴും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. വൈകിയെങ്കിലും പല മഹാരഥന്മാരെ റിവ്യൂവർമാർക്കും അതിപ്പം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. റിവ്യൂ ചെയ്ത് ഒരു പടമൊന്നും വിജയിപ്പിക്കാൻ
ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല എന്നുള്ളത് ആ സത്യം ഇപ്പം നമുക്ക് തുറന്നു കാട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി പ്രേമികളെ സംബന്ധിച്ച് അവർ പറയുന്ന ഒരു ന്യായീകരണം ഇപ്പം പറയുന്നത് മുടക്കുമുതൽ വളരെ കുറവാണ്, അതുകൊണ്ട് ഈ ചിത്രം വൻ വിജയമാണ്. കാരണം അവരുടെ അഭിപ്രായത്തിൽ കേവലം 4 കോടി രൂപ മാത്രമേ ഇതിന് ചിലവായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. മമ്മൂട്ടിയുടെ പ്രതിഫലം തന്നെ ഏകദേശം 10 കോടി രൂപയ്ക്കടുത്ത് പ്രതിഫലം മേടിക്കുന്ന ഒരു നടനായിട്ടാണ് മമ്മൂട്ടിയെ കരുതുന്നത്. ആ മമ്മൂട്ടിക്ക് പടം നിർമ്മിച്ചപ്പം കേവലം 4 കോടി രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ, അതുകൊണ്ട് തിയേറ്ററിൽ വൻ വിജയമാണ് എന്നുള്ളതാണ് ഈ ഇത്തരക്കാരുടെ പ്രസ്താവന. എനിക്ക് തോന്നുന്നു സാധാരണ മലയാളത്തിലെ ഒരു സിനിമ ഇപ്പോൾ എടുക്കണമെങ്കിൽ ഏകദേശം 3 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും ഒരു സ്റ്റാർഡം ഇല്ലാതെ തന്നെ എടുക്കുകയാണെങ്കിൽ ആകും. സാധാരണ അത് ഈ സിനിമയിൽ അഭിനയിക്കാത്ത ആൾക്കാരെ നായകനും നായികയൊക്കെ ആക്കി അവതരിപ്പിക്കുമ്പോൾ തന്നെ 4-5 കോടി രൂപയാകും. അപ്പോൾ ഈ മമ്മൂട്ടിയുടെ ചിത്രത്തിന് എനിക്ക് തോന്നുന്നു 15-20 ലക്ഷം 15 കോടി അല്ലെങ്കിൽ 20 കോടിയെങ്കിലും മുടക്കുമുതലായി കാണും. അങ്ങനെയെങ്കിൽ ഈ ചിത്രം തിയേറ്ററിൽ വിജയമാകണമെങ്കിൽ ഏകദേശം 50 കോടി രൂപയെങ്കിലും തിയേറ്ററിൽ നിന്ന് നേടിയാൽ മാത്രമേ വിജയമാകത്തുള്ളൂ. കാരണം നമുക്ക് 100 രൂപ ടിക്കറ്റ് ഇനത്തിൽ കിട്ടുമ്പോൾ, കാശ് കിട്ടുമ്പോൾ അതിൽ 30-40 രൂപ എങ്ങാണ്ട് മാത്രമേ നിർമ്മാണ കമ്പനിക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം തിയേറ്റർ ഉടമകൾ, അതുപോലെ വിതരണക്കാർ, അങ്ങനെ പല രീതിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ചിത്രം തികഞ്ഞ പരാജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എനിക്കിത് പറയുന്നതിന് യാതൊരു മടിയില്ല. കാരണം നമ്മൾ നേരത്തെ റിവ്യൂ കിടന്നപ്പോഴും നമ്മൾ പറഞ്ഞത് ആവറേജിന് താഴെ നിൽക്കുന്ന ചിത്രമാണെന്ന്. അന്ന് നമ്മൾ ഒത്തിരി ചീത്ത വിളി കേട്ടു. ഇപ്പോഴും മമ്മൂട്ടി പ്രേമികൾ വന്ന് നമ്മളെ ചീത്ത വിളിക്കുന്നെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം നമ്മൾക്ക് അറിയാവുന്ന സത്യങ്ങൾ നമ്മൾ തുറന്ന് പറഞ്ഞേ പറ്റൂ, അല്ലേ? സത്യം സത്യമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ വന്ന് പൂരെ തെറി വിളിച്ചാലോ, ഞാൻ മോഹൻലാൽ പ്രേമിയാണെന്ന് പറഞ്ഞാലോ ഒന്നും എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ എനിക്ക് ദേഷ്യമൊന്നുമില്ല. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തികൾ മലയാളത്തിൻ്റെ അഭിവാജ്യ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. പിന്നെ ആരോടെങ്കിലും അല്പം സ്നേഹക്കൂടുതൽ, ഇപ്പോൾ എല്ലാവരെയും ഒരേപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, ആ സ്നേഹക്കൂടുതൽ മോഹൻലാലിനോടുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. അതുകൊണ്ട് മമ്മൂട്ടി എനിക്ക് താഴ്ത്തിക്കെട്ടാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ മോഹൻലാലിനോട് അല്പം സ്നേഹക്കൂടുതലുണ്ട്. അതുകൊണ്ട് മോഹൻലാലിൻ്റെ പൊട്ട സിനിമകളെല്ലാം വൻ വിജയമായി എന്നും അവകാശപ്പെടാനും ഞാൻ ആളില്ല. മോഹൻലാലിനെ അപേക്ഷിച്ച് മമ്മൂട്ടിയാണ് ഇപ്പോൾ റോളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അല്പം കൂടെ ശ്രദ്ധാലുവാകുന്ന ഒരു നടനെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടിയുടെ നല്ല ടൈമാണ് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല ടൈം ആയിരുന്നുവെങ്കിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയ ഡൊമിനിക്ക് തിയേറ്ററിൽ ഈ ആരാധകർ അവകാശപ്പെടുന്ന പോലെ 100 കോടിയിലേക്കെങ്കിലും നേടിയേനെ. പക്ഷെ അത് നേടിയില്ല. അതുകൊണ്ട് ഈ പകരം വെക്കാനില്ലാത്ത ആളില്ലാത്ത എന്ന് പറയുന്ന, അതുപോലെ മലയാളത്തിലെ രാജാവ് എന്നൊക്കെ അവകാശപ്പെടാനേ പറ്റത്തുള്ളൂ. അതൊന്നും ഒരു കാരണവശാലും മലയാള സിനിമാ പ്രേമികളൊന്നും അംഗീകരിച്ചു കൊടുത്തില്ല. ഒരു നടന് വിചാരിച്ചാൽ മാത്രമേ ഒരു സിനിമ വിജയിക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനൊത്തിരി ഘടകങ്ങളുണ്ട്. കാരണം സംവിധാന മികവ്, ഛായാഗ്രഹണം, സംഗീതം, അതുപോലെ തന്നെ തിരക്കഥ, ഇതൊക്കെ ഒരു ഘടകമായിട്ട് മാറും. അതിൻ്റെ കൂടാണ് അഭിനേതാക്കാരുടെ സ്റ്റാർഡം, അതുപോലെ അവൻ്റെ കൂടെ അഭിനയിക്കുന്നവരുടെ ആ കഴിവ് എല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. അത് ജനങ്ങൾ ഇഷ്ടപ്പെടും. അല്ലാതെ റിവ്യൂവർമാർ റിവ്യൂ പറഞ്ഞത് കൊണ്ട് വിജയിക്കണമെങ്കിൽ എപ്പോഴേ മമ്മൂട്ടിയുടെ ഡൊമിനിക്ക് 100 കോടിയിലേക്ക് കടന്നേനെ, അല്ലേ? അപ്പോൾ അതൊരു മലയാള സിനിമയെ സംബന്ധിച്ച് നല്ലതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു റിവ്യൂവർമാർക്കും ഒരു മോശപ്പെട്ട ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു പടത്തെയും വൻ വിജയമാക്കാൻ കഴിയത്തില്ല എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.